ഇയാളിനി തൊട്ട് തുടങ്ങിയില്ലേ പാല? വേണ്ട ചന്ദ്ര, നീയായിട്ട് തുടങ്ങിപ്പിക്കണ്ട. ഇതേ വെടിക്കെട്ടിലൊരു ഫാവിയോളോനാ. കേട്ടു, ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആശാനോളം എത്തിയെന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ ഭരതനാശനം ഒന്നും കാണാതെ ഒരാളെ ശിഷ്യനാക്കൂലെന്ന്. ബാല ഞാൻ കൊടുക്കണോ? വേണ്ട ഹർക്കിഷ, നിന്റെ വീടിന്റെ പണിയൊക്കെ നടക്കല്ലേ? എന്റെ പഴയ ക്ലാസ്മേറ്റാ. നീ അതിന് സ്കൂളിൽ പോയിട്ടുണ്ടാ? ആ ക്ലാസ്മേറ്റ് അല്ല, ടോഡി മെമ്മോറിയൽ കോളേജിലെ ഈ ക്ലാസ്മേറ്റ്. ശിവൻ നമ്മുടെ അച്ചുണ്ണിയാരെ അറിയില്ലേ? കണ്ണമ്പ്ര വേലയുടെ കൺവീനർ. ആശാൻ കരാർ ഒപ്പിടുമ്പോ അങ്ങേര് ഒന്നേ പറഞ്ഞുള്ളൂ, ഭരത വെടിക്കെട്ട് കഴിയുമ്പോ ഭൂമി പിളരണം. ഗർഭം കലക്കിക്ക് കറ്റത്തിന് കൊളുത്തുമ്പോ ആശാന്റെ മനസ്സൊന്ന് പതറി. എനിക്ക് കാര്യം മനസ്സിലായി. പിന്നെ ഞാൻ മടിച്ചില്ല. കണ്ണമ്പ്ര തേവരം മനസ്സിൽ ധ്യാനിച്ച് ഒരു പെരുക്കായിരുന്നു. വെടിക്കെട്ട് കഴിഞ്ഞപ്പോ അച്ചുണ്ണിയാർ ഓടി വന്നൊരൊറ്റ കെട്ടിപ്പിടുത്തം, മോനെ തീപ്പൊരി ബാലെന്നൊരൊറ്റ വിളിയായിരുന്നു. വെടിക്കെട്ടെന്ന് പറഞ്ഞ അതായിരുന്നു വെടിക്കെട്ട്. ഞാൻ വരുന്നതാണ് ഈ പ്രദേശത്തെ വെടിക്കെട്ട്. പക്ഷെ ഇത് ഡെയിലി ഉണ്ട്. ഈ പ്രദേശത്തെ ചെറുപ്പക്കാരുടെ ദാഹശമനിയാ ജാനു ദാഹശമനി. എന്താ ജാനു, കണ്ടിട്ട് ഒരുപാട് കാലമല്ല. ഇന്ന് കൂട്ടുകാരില്ലേ നീരാടാനായിട്ട്? ഓ, ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടേ. നിങ്ങൾക്കല്ലേ വലിയ ഉത്സവത്തിരക്ക്. വന്ന് നീ പിന്നെയും കറുത്തു പോണല്ലോടെ തീപ്പൊരി. എന്ത് ചെയ്യാനാ ജാനു, കൊറേ വെടിക്കെട്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതല്ലേ, അങ്ങനെ കറുത്തു പോയതാ. ജാനു ആളെ മനസ്സിലായില്ലേ? ഇതാണ് ശിവൻ, ചാത്തന്നൂർ ഫയർവർക്സിന്റെ പുതിയ സ്റ്റാഫാ. അപ്പൊ ഇതാണല്ലേ ആശാന്റെ പുതിയ ശിഷ്യൻ. കേട്ടതിനേക്കാൾ മിടുക്കനാണല്ലോടാ കണ്ടപ്പം. കൈയെടുക്കാം. ആളിന് മൂക്കത്താണല്ലോടാ ചുണ്ടി. പോട്ടടാ തീപ്പൊരി. വേണ്ടായിരുന്നു, അവളൊരു പാവോ. എനിക്കവറ്റകളെ കാണുന്നതേ കലിയ. പിഴകള് കൊന്നുകളയാ വേണ്ടത്. 18-ാം തീയതി ബില്ല് അടച്ചില്ലെങ്കിൽ കട്ട് ചെയ്യുന്ന. ഇങ്ങോട്ട് വാടാ, ഏറുപടക്കറിഞ്ഞ് കൊന്നുകളയും പന്നി. കട്ട് ചെയ്യൂ അത്രേ. ഇങ്ങോട്ട് നടക്കടേ. ഇതെന്താ മാമന് കാണിക്കുന്നേ? ഇത് ഏതാ സ്ഥലം എന്നറിയോ? ഇതാണ് ഭൂതത്താൻകുണ്ട്. ഇവിടെ വീണവരാരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. എനിക്കും മാമ, ഇവിടെ നടക്കാൻ പോലും ആൾക്കാർക്ക് പേടിയാ. മാമ വേഗം വാ. നിങ്ങൾ പൊക്കോ, ഇവിടെ ഇരിക്കാൻ എന്താന്നറിയില്ല. നല്ല സുഖം. വാ നമുക്ക് പോവാം. ഈ മാമന് വട്ടാണെന്ന് തോന്നുന്നു. നടക്ക. വേഷം കണ്ടിട്ട് അമ്പലക്കം പറ്റിയല്ല. ഇനി വല്ല പള്ളി നിറച്ചക്കാരായിരിക്കോ? ഈ വെടിക്കെട്ടുകാരൻ ഭരതനാശാന്റെ വീട് എവിടെയാ? അതാന്നോ? നിന്റെ ആശാനെ അന്വേഷിച്ചാ ഒന്ന് കൂടെ ചെല്ല്, അവൻ വന്ന് കാണിച്ചു തരും. ശരി. അഹങ്കാരം പറയാണെന്ന് മരക്കാരാജിക്ക് തോന്നരുത്. പാറമടയിലേക്കെന്നല്ല, ഒരു ചെറു പടക്കക്കടയിലേക്ക് പോലും ഒരു നുള്ളു മരുന്ന് ഞങ്ങൾ കൊടുക്കാറില്ല.
പടച്ചോനെ വിചാരിച്ചിട്ട് അങ്ങനെ പറയരുത് ആശാനെ. ലക്ഷങ്ങളുടെ ടെൻഡറിന് റോഡ് പണിക്കുള്ള കല്ല് കൊടുക്കാന്നുള്ള കരാർ ഏറ്റെടുത്തിട്ടുള്ളത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എന്തോ ബോംബോ ഹലാക്കോ പിടിച്ചെന്നും പറഞ്ഞിട്ട് സർവ്വ കോറിയൽക്കുള്ള മരുന്നും തടഞ്ഞെടുക്കുക. പാറ പൊട്ടിക്കൽ നടന്നില്ലെങ്കിൽ കെട്ടിവെച്ച ലക്ഷങ്ങളാ വെള്ളത്തിലാകുക. ആശാൻ വിചാരിച്ചാൽ നമ്മളെ സഹായിക്കാൻ പറ്റും. കായ് എത്ര വേണമെങ്കിലും നമ്മൾ തരാം. ആചാര്യ, ഇതൊരു സത്യമുള്ള പണിയാ. പ്രാർത്ഥനയോടെ ഓരോ ദിവസം പണിക്കിറങ്ങുന്നത്. അത് വിട്ടൊരു പൊടി ലാഭം എനിക്ക് വേണ്ട. ആചാര്യ സമയം കളയണ്ട. ഓ, നിങ്ങളുടെ ഒരു സത്യം. സത്യം അല്ലാണ്ട് ഈ പണി എടുക്കണ ഒരു വേറെ ഉണ്ടാന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നാ പിന്നെ ആചാര്യ ആ വഴി നോക്ക്. എൻ്റെ ഒലക്കേലെ ആ പേരുവണ്ട മരുന്ന് കഞ്ഞിന്ന് നേരത്തെ എത്തിയല്ലോ. ബാലോ, ഓ സമയം എത്രയാടാ? പാൻഹാൽ. നമുക്ക് ഇവിടെ പിടിച്ചൊന്ന് കെട്ടിക്കണ്ടേ പേരുവേട്ടാ. ആ രവിയെ തന്നെ ഏൽപ്പിച്ചാലോ? മുറച്ചെറുക്കനല്ലേ, അതോടെ ചിലപ്പോ അവനും നേരെ ആവും. അത് മാത്രം നീ പറയരുത് കേട്ടോ ഭരത. സംഗതി എൻ്റെ മരുമോനാണെങ്കിലും എൻ്റെ പെങ്ങടെ വയറ്റിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, അവനിവിടെ ഒന്നൊന്നും ഇരിക്കാൻ പോലും നേരമില്ലെന്ന്. കിട്ടണത് മുഴുവൻ കുടിച്ചും പോച്ചും കളയാണ്. പിന്നെ ദേ ആ ജാനുവിൻ്റെ വീട്ടിൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടാ. അവനൊഴിച്ച് നീ വേറെ ആരുടെ കാര്യം വേണമെങ്കിൽ പറഞ്ഞോ, നമുക്ക് അവളെ പിടിച്ചേൽപ്പിക്കാം. വരട്ടെ, നമുക്ക് വഴി ഉണ്ടാക്കാം. എന്ത് ഭ്രാന്താ നീ കാണിച്ചത്? ഇതിന്റെ തിരികത്തിപ്പെട്ടിരുന്നതിന്റെ സമയം നോക്കിയതാ ഞാൻ. സമയം ഇപ്പൊ ചെറിച്ചാണ് നീയും നിന്റെ സമയവും. മുറ തെറ്റാതെ ഇവിടെ ഇങ്ങനെ കയറിയിറങ്ങി നടന്ന് ജീവിതം തീർക്കാനാണോ പരിപാടി? എത്രയും പെട്ടെന്ന് അവളെയും കൂട്ടിക്കൊണ്ടുവന്നേ ഒരു കുടുംബം തുടങ്ങാൻ നോക്ക്. നിന്റെ മുറപ്പെണ്ണല്ലേ അവള്. ഇല്ലെങ്കിലേ ആന ചുറ്റമ്പലത്തിന് പുറത്തും ആട് ശ്രീകോവിലും എന്ന് പറഞ്ഞ പോലെ ആകും ഗതി. അവനുണ്ടല്ലോ ആശാന്റെ പുതിയ ശിഷ്യൻ. ഓ, മട്ടും ഭാവവും കണ്ട ആരാന്ന വിചാരം. അവക്കിപ്പൊ അവനോടാ പൂതി. ജാനകി ഇതൊക്കെ എത്ര കണ്ടതാ. ജാനു എടുത്ത് നോക്കിക്കോ, എന്ത് വേണമെന്ന് എനിക്കറിയാം. ഭരതൻ, ഭരതൻ ആശാൻ. ഞാനാ സാറേ. താൻ ആർക്കാടോ വെടിമരുന്ന് മറച്ചു വെക്കാറ്? എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. കയറി നോക്കണോ? സർ, സാറിനോട് ആരും നുണ പറഞ്ഞതാ. ഞങ്ങളുടെ ചോറാ സാറേ ഇത്. ഞങ്ങളെ ചെയ്യില്ല. അത് താൻ പറഞ്ഞാ പോരല്ലോ. വെറുതെ അല്ല ഞങ്ങൾ ഈ കുപ്പായോട്ടോണ്ട് നടക്കുന്നത്. ഇൻഫർമേഷൻ ശരിയാണ് സർ. ഏകദേശം 1 ചാക്ക് വെടിമരുന്നോളം കുറവുണ്ട്. ഒരിക്കലുമില്ല സാർ, ഇതിലെന്തോ ചതിയുണ്ട്. ആർക്ക് ബോംബ് ഉണ്ടാക്കാനാണോ താൻ വെടിമരുന്ന് കടത്തിയത്? ഈ കച്ചവടത്തിൽ നിന്ന് തനിക്ക് എത്ര കിട്ടി പറയണോ? സാറേ, ഇയാളെ പിടിച്ച് ജീപ്പിലോട്ട് കയറ്റേ. സർ, സാറേ ഇവിടെ കുറച്ച് വെടിമരുന്ന് കാണാതായതിന്റെ പേരിലാണോ സാറേ ആശാനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്? വെടിമരുന്നാ സാറേ, നനഞ്ഞാ പിന്നെ ഉപയോഗിക്കാൻ കൊള്ളില്ല. കുറവിന്റെ കണക്ക് ഞങ്ങൾ കോടതിയിൽ ബോധിപ്പിച്ചോളാം. അല്ലാതെ ആശാനെ കൊണ്ടുപോകാൻ സാറിനടുത്ത് അറസ്റ്റ് വാറണ്ടൊന്നുമില്ലല്ലോ. കൊടുത്തിട്ട് വാടോ. എവിടെന്ന് പഠിച്ചു നീ ഈ വകുപ്പ് നിയമമൊക്കെ? കുറച്ചുനാള് ഒരു വക്കീലിന്റെ കൂടെ ആയിരുന്നു. എവിടെ? ഏത് വക്കീലിന്റെ അടുത്ത്? അതൊക്കെ അറിഞ്ഞിട്ട് നീ വടക്കം പാട്ട് എഴുതാൻ പോവാടാ. എന്താ അല്ല, പറഞ്ഞതുപോലെ ശരിയാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന വെടിമരുന്ന് ഇവിടെ പോയി.
ഇവൻ പറയും വെടിമരുന്ന് എവിടെയാണെന്ന്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. വെലങ്ങന്നൂർ ഭദ്രനുമായി ഇവൻ ഇന്നലെ ഷാപ്പിലിരിക്കുന്ന കണ്ടപ്പോഴേ തോന്നിയതാ. ഇവനെ വിശ്വസിക്കരുത്, ഇവൻ പച്ചക്കള്ള പറയുന്നത്. എന്നോടുള്ള വൈരാഗ്യം എന്തിനാടാ പാവപ്പെട്ട ഈ കുടുംബത്തിനോട് തീർക്കുന്നത്? എന്താടാ ഈ കേൾക്കുന്നത്? അല്ല ആശാനെ, ഇവൻ അല്ല, നീ കൂടുതലൊന്നും പറയണ്ട. കടന്ന് പോടാ അവിടുന്ന്. നീ അല്ലാതെ വേറെ ആരും അത് ചെയ്യില്ല. അമ്മാവനാണെന്ന് നോക്കില്ലേ? എന്റെ മോന്റെ പൂ പോലത്തെ കവള് തല്ലി ചതച്ചാ കൈ പുറത്തുകൂടെ. നിന്റെ പെണ്ണിന്റെ പിന്നാലെ നടക്കുന്ന എന്റെ മോനെ പറഞ്ഞാ മതി. പറയുക ഇനി മര്യാദയ്ക്ക് പോകാൻ നോക്ക്. വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കണ്ട. ഓ, ഇപ്പൊ ഞാൻ പറയണതിലേ ഉള്ളൂ. എങ്ങാണ്ടൊന്നും വന്നിട്ടില്ലല്ലോ ഒരുത്തൻ. ഇപ്പൊ എല്ലാവർക്കും അവൻ പറയണതാ വേദവാക്യം. എന്റെ മോനെ തല്ലിയ നീ അനുഭവിക്കൂടാ. നീ എന്ത് പണിയും പറ. നിന്റെ ഈ പുന്നാര മോളെ അങ്ങാടിയിൽ വയറും വീർപ്പിച്ചോണ്ട് നടക്കുന്നത് കാണാം. അമ്മ എന്ന് നിർത്തുന്നുണ്ടോ? ഓ, ഒരു ശീലാവതി. വെറുതെ അല്ലടി നീയൊക്കെ പ്രായം തികണതിന് മുമ്പ് തള്ളെ കുഴിയിലേക്ക് എടുത്തത്. അമ്മായി, ഇനി എന്റെ അമ്മ പറഞ്ഞാലുണ്ടല്ലോ ചൂലെടുക്കും ഞാൻ. അതേടി, നീ അതും ചെയ്യും അതിലപ്പുറം ചെയ്യും. ഇവന്റെ അല്ലേ വിത്ത്. ഇതറിയാണ്ടാണല്ലോ എന്റെ മോൻ ഈ കൊടിച്ചയുടെ മൂടും മണപ്പിച്ച് നടക്കണത്. ഇനി നീ ഇവിടെ നിന്നാലുണ്ടല്ല എന്റെ കൈ പിടിക്കും. കൊല്ലടാ, എന്നെ തല്ലി കൊല്ല്. അവിടുന്ന് ഇറക്കി വിട്ടെന്ന് കരുതി ഞാൻ എന്റെ മോനെ പട്ടിണി കിടന്ന് ചാവൂന്ന് കരുതണ്ട. എന്റെ മോനെ തല്ലി ചതച്ച നിന്റെ തല പൊട്ടി തെറിച്ചു കൂടെ.